ഇപ്പോൾ ഓൾറെഡി ഇന്ന് നമ്മൾ 2 കൂടുകൾ ആദ്യം പരിശോധിച്ചു. കൂടുകളുടെ അവിടെ എന്തായാലും ട്രാപ്പ് ചെയ്തിട്ടില്ല. 50 ക്യാമറകളിൽ കാർഡുകളെടുത്ത് അത് പരിശോധിച്ച് വരികയാണ്. കുറച്ച് സമയം പല സ്ഥലത്തായിട്ട് കാർഡുകൾ പരിശോധിച്ച് വരിക. ഇത് ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ ഏത് ഏരിയയാണ് നമ്മൾ തിരഞ്ഞത് അത് നമ്മൾ ഓൾറെഡി മാപ്പിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിൽ കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നും തിരച്ചിൽ ചെയ്തത്. ആ ഏരിയകൾ ഒരു ഉൾപ്പെടുത്തി ഇന്ന് തരും. ആവശ്യമെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഇതിൽ 10 മാസം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് നമ്മളുള്ള ക്യാമറ ട്രാപ്പുകൾ മാറ്റി സ്ഥാപിച്ചു നോക്കും. ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ നമുക്കൊരു അനിമൽ മൂവ്മെൻ്റ് അങ്ങനെ ഇതായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്. ആ ഏരിയയിൽ നമുക്ക് ഏകദേശം ഒരു ചെറിയ ഏരിയയിലുള്ള വിസിബിലിറ്റിനെ നമ്മൾ നാരോ ഡൗൺ ചെയ്തിട്ടാണ് ആ ഏരിയയിലേക്ക് കുടിക്കാനുകളെ കൊണ്ടുപോകുന്നത്. വിസിബിലിറ്റി ഇല്ല. നമ്മളിപ്പോൾ അതിനെ സാന്നിധ്യം നമ്മൾ ഒരു കുറച്ച് എവിഡൻസസ് ഒക്കെ വെച്ച് നമ്മൾ സ്ഥിരീകരിക്കണം. ഇല്ല, അത് വലിയൊരു പ്രദേശമാണിത്. ഇപ്പോൾ കാടിനോട് ചേർന്ന പ്രദേശമാണെങ്കിൽ പോലും വനസമാനമായ രീതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണിത്. അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. നമുക്ക് ഒരു വലിയ ഏരിയ, ഒരു 25 സ്ക്വയർ കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്യാനാണ് നമ്മുടെ തുടക്കത്തിലുള്ള തീരുമാനം. അത് നമ്മൾ മാക്സിമം ഏരിയ കവർ ചെയ്ത് ഇത് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പഞ്ചായത്ത് അധികൃതരും ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെയായിട്ട് മീറ്റിംഗ് നടത്തുന്നു. ആ ഏരിയയിൽ കുറച്ചധികം കാടുകളുള്ള ഈ പ്രൈവറ്റ് പ്ലാന്റേഷൻസ് ഉണ്ട്. അത് കർഷകരുമായി കൂടിയാലോചിച്ച് അതിൽ കടുവയ്ക്ക് ഹൈഡ് ചെയ്യാനുള്ള പ്ലേസസ് ഒഴിവാക്കാനുള്ള നടപടിയും കൂടെ ഒപ്പം ചേർന്ന് തീരുമാനിക്കും. കൂടുതൽ ഇന്നലെ ക്യാമറകളിൽ ഇന്നലെ രാത്രി ഇന്നാണോ പരിശോധിച്ചത്? അത് പരിശോധിച്ച് വരികയാണ്. ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള ഏരിയയിലാണ് വച്ചിരിക്കുന്നത്. പോകുന്ന വഴി ഒരു പരിശോധിച്ച് ഒന്നും ഇത് ഇന്നിപ്പോൾ തെരച്ചിൽ ബാക്കി തുടങ്ങിയിട്ടുള്ളൂ. എന്തെങ്കിലും ചില പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആനയെ 3 സംഘം തന്നെ